2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൻ്റെ ക്വാർട്ടർ 2-ലെ ഇന്ത്യൻ GDP-യുടെ വളർച്ചാ നിരക്ക് പുറത്തു വന്നപ്പോൾ അത് 5.4% എന്ന് കാണാം. 6.5% വളർച്ചയൊക്കെ ഫോർകാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അത് 5.4% മാത്രമായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 7 ക്വാർട്ടറുകളിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കായിരുന്നു ഇത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7.2% വർധനവ് ഇന്ത്യൻ GDP-ക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള RBI അവരുടെ ഡേറ്റ റിവൈസ് ചെയ്ത് അത് 6.6% ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാളും വെറും 1% കുറവൊക്കെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്കിൽ ഉണ്ടാകുന്നത് ഇന്ത്യയെപ്പോലെയുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമല്ല എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യം ഇന്ത്യൻ എക്കോണമിയിലെ ഇടത്തരക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് നേരിടുന്ന ചില പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. സോ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു നിക്ഷേപാവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ മാസവും ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 16-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമാക്കി വെക്കുകയും മറ്റൊരു ഭാഗം ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ വെൽത്ത് 50 കമ്പനികളിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 37%-ൻ്റെയും 25.2%-ൻ്റെയും റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 9.5 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ സോൾവൻസി റേഷ്യോ 198%, അവരുടെ AUM 1.7 ലക്ഷം കോടി രൂപയുമാണ് എന്ന് കാണാം. NRIs ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു നല്ല അവസരമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോ മാസം ഒരു 18,000 രൂപയ്ക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 3 കോടിയുടെ വരെ റിട്ടേൺ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. സോ നിലവിൽ ഈ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇന്ന് GDP-യുടെ വളർച്ചാ നിരക്കിനെ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രാജ്യത്ത് ഒരു കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്, എത്രത്തോളം എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. C+G+I+X-M എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കൺസംഷനാണ്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം ചെലവഴിക്കുന്നുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രത്തോളമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒരു രാജ്യത്ത് ഒരു കാലയളവിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. X-M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നെറ്റ് എക്സ്പോർട്സ്, മൊത്തം കയറ്റുമതി എത്രയാണ്, ഇറക്കുമതി എത്രയാണ്, അതിൻ്റെ നെറ്റ് എത്രയാണെന്ന് പറയുന്നതിനെയാണ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് C അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP-യുടെ 56.8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ C ആണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസംഷനാണ് എന്ന് പറയാം. അതായത് നമ്മുടെ GDP-യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് കൺസംഷനിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിയാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിൽ അത് വെറും 6% മാത്രമായിരുന്നു എന്നാണ്. അതായത് പ്രൈവറ്റ് കൺസംഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ത്യയിലെ കാർ സെയിൽസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഒരു രാജ്യത്തെ കാർ വിൽപ്പനയും അവിടുത്തെ പ്രൈവറ്റ് കൺസംഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടൊരു കുടുംബത്തിനൊക്കെ ഭദ്രത വരുമ്പോൾ, നമ്മുടെ വരുമാനത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഈ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നു, ആളുകളുടെ വരുമാനത്തിൽ വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഓരോ രാജ്യങ്ങളുടെയും കാർ സെയിൽസ് മുകളിലേക്ക് പോവുക. എന്നാൽ ഇന്ത്യയിലെ കാർ സെയിൽസിൻ്റെ ഡേറ്റ ഓഗസ്റ്റിൽ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത പ്രകാരം ഏകദേശം 77,000 കോടി രൂപയുടെ വാഹനങ്ങളാണ് ഇന്ത്യൻ ഡീലർഷിപ്പുകളിൽ വിൽക്കാതെ കെട്ടിക്കിടക്കുന്നത് എന്നുള്ള വാർത്തയാണ്. അതായത് നമ്മുടെ കാർ സെയിൽസ് താഴേക്ക് പോവുകയാണ് എന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് തന്നെ പ്രൈവറ്റ് കൺസംഷൻ ഇടിയുകയാണ് എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ്. ഇനി നമുക്ക് കാർ സെയിൽസ് അല്ലാതെ മറ്റൊരു ഡേറ്റ എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടും എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, നൂഡിൽസ്, ബിസ്ക്കറ്റ്, ഇങ്ങനെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന വസ്തുക്കളെയാണ്
കമ്പനികളാണ് FMCG എന്ന് പറയുന്നത്. ഇത് വിൽക്കുന്ന കമ്പനികളെ നമ്മൾ FMCG കമ്പനികളെന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ പോലെയുള്ള കമ്പനികൾ. ഈ കമ്പനികളൊക്കെ കഴിഞ്ഞ പാദത്തിൽ അവരുടെ വളർച്ച, ഒരു ആവറേജ് വളർച്ചാ നിരക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് വെറും 2% മാത്രമാണ് എന്ന് കാണാം. മാത്രമല്ല ഇവരുടെ സ്റ്റോക്ക് പ്രൈസുകളിലെല്ലാം ആവറേജ് 10 മുതൽ 15% വരെ ഇടിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് കൺസംഷൻ കുറയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിന് മറ്റൊരു സൈഡ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ കാർ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇതേ കാർ വിപണിയിൽ ലക്ഷറി കാറുകളുടെ കാര്യത്തിൽ വിപണി മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം മുന്നേ 1 മണിക്കൂറിൽ ഇന്ത്യയിൽ 2 ലക്ഷറി കാറുകൾ വിറ്റുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1 മണിക്കൂറിൽ 5-ലധികം ലക്ഷറി കാറുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. മേഴ്സിഡസിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ 13% ഒരു വളർച്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടായിരിക്കുന്നത്. BMW കാര്യത്തിൽ അത് 5% എന്ന് കാണാം. എന്നാൽ ലക്ഷറി കാറുകളുടെ വിൽപ്പനയിൽ ഇത്രയും വലിയൊരു വർധനവുണ്ടാകുമ്പോൾ പാസഞ്ചർ കാറുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പാദത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ വെറും 2% വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം. ഇനി കാർ വിപണി വിട്ടിട്ട് നമ്മൾ ഹൗസിംഗ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ഗുഡ്ഗാവിൽ DLF ഒരു ഡ്രീം പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ആ ഒരു പ്രൊജക്റ്റിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെയും ശരാശരി വില എന്ന് പറയുന്നത് 7 കോടി രൂപയായിരുന്നു എന്ന് കാണാം. അത്തരത്തിലുള്ള 795 അപ്പാർട്ട്മെൻറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് വെറും 3 ദിവസത്തിനുള്ളിൽ ഈ 795 അപ്പാർട്ട്മെൻറ്റുകളും വിറ്റുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കോവിഡിന് ശേഷമുള്ള ഇന്ത്യയുടെ ഹൗസിംഗ് മാർക്കറ്റിലെ ലക്ഷറി ഹൗസുകൾ, അതായത് 2.5 കോടിയോ അതിന് മുകളിലോ വില വരുന്ന ഹൗസുകളുടെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയറിൽ 20 മുതൽ 25% വരെ വർധനവുണ്ടായിരിക്കുന്നത് കാണാം. അതേസമയം ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിംഗ് മാർക്കറ്റ്, അതായത് 40 ലക്ഷത്തിൽ താഴെ മൂല്യമുള്ള വീടുകളുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡിന് ശേഷം 40% ഉണ്ടായിരുന്ന അവരുടെ മാർക്കറ്റ് ഷെയർ 20 മുതൽ 22% വരെയായി ഇടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ GDP ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് കൺസംഷൻ കുറയുകയാണ്, ഇടിയുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ലക്ഷറി മേഖലയിൽ ലക്ഷറി വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് കൺസംഷനിൽ കുറവല്ല, കൂടുതലാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും മിഡിൽ ക്ലാസ്സിൽ നിന്നൊക്കെ അപ്പർ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളൊക്കെ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ അങ്ങനെയായിരുന്നു നടന്നിരുന്നത് എങ്കിൽ ഇന്ത്യൻ GDPയിൽ ഇങ്ങനെ ഒരു ഇടിവല്ല ഉണ്ടാവേണ്ടിയിരുന്നത്, വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അപ്പർ ക്ലാസ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ഇടത്തരക്കാർ, ഇന്ത്യയിലെ സാധാരണക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ക്ലാസ്സിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വരുമാനം നഷ്ടപ്പെടുന്നു, അവരുടെ ഇടയിലെ കൺസംഷൻ കുറയുകയും അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ 2024 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 6.21%. നമ്മുടെ ഒരു സേഫ് സോണായിട്ട് എപ്പോഴും RBI പറയുന്നത് 2%-നും 6%-നും ഇടയ്ക്കാണ് എന്ന് കാണാം. അതിൻ്റെ മുകളിലായിരുന്നു എന്ന് കാണാം. നവംബർ ആയപ്പോഴേക്കും അത് 5.48% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ നമുക്ക് കാണാം. അതിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 10.8%. അതുപോലെ തന്നെ വെജിറ്റബിൾ അല്ലെങ്കിൽ പച്ചക്കറികളുടെ വിലവർദ്ധനവ് നോക്കുകയാണെങ്കിൽ അത് 42.8% എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഇന്ത്യൻ ഫാമിലിയുടെയും ബഡ്ജറ്റിൻ്റെ 50% ഫുഡിനും ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ ചിലവ് കൂടുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലുള്ള പണം കുറയുന്നതിനും അത് കാരണമാവുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ സാലറി വർദ്ധിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും തന്നെ ആളുകളുടെ സാലറി സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ്, ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൽ ഒരു തരത്തിലുമുള്ള വർധനവ് ഉണ്ടാകുന്നില്ല. അവർ മേടിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില മുകളിലേക്ക് പോവുകയാണ്. ഇത് അവരുടെ കയ്യിൽ പണം ഇല്ലാതാക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് കൺസംഷൻ കുറയുന്നതിനും വലിയൊരു കാരണമായി മാറുന്നുണ്ട്. ഇനി ഈ ഒരു സാഹചര്യത്തെ വഷളാക്കുന്ന മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിലെ നികുതി സംവിധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ടാക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ടാക്സ് നമ്മൾ ഡയറക്റ്റ് ടാക്സിൽ പറയാറുണ്ട്. ഒന്ന് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ GDP നല്ല രീതിയിൽ വളരണമെങ്കിൽ, ഈ പ്രൈവറ്റ് കൺസംഷനൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആളുകളുടെ കയ്യിൽ പണം വരണം. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം വരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഈ 2 നികുതികളിലും വ്യത്യാസം വരുത്താം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ആളുകൾ കൊടുക്കുന്ന നികുതിയുടെ അളവ് കുറയുകയും അത്രയും പൈസ കൂടി നമ്മുടെ ഒരു ഡിസ്പോസിബിൾ ഇൻകമായിട്ട് നമ്മുടെ കയ്യിൽ വരികയും കൂടുതൽ സ്പെൻഡ് ചെയ്യാനും പ്രൈവറ്റ് കൺസംഷൻ വർദ്ധിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് GDP മുകളിലേക്ക് പോകാനൊക്കെ സാധിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും അവരുടെ പ്രോഫിറ്റ് ഉയരുന്നതിന് അത്
കാരണമാവും. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് കൂടുതൽ നികുതി ഗവൺമെൻറ്റിന് കിട്ടുമെന്ന് മാത്രമല്ല, ആ പ്രോഫിറ്റിൻ്റെ ഒരു അംശം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുകയും അവരുടെ സാലറി ഉയർന്നതിന് അത് കാരണമാവുകയും ചെയ്യും. ഈ പ്രോഫിറ്റിൻ്റെ തന്നെ ഒരു ഭാഗം അവർ വീണ്ടും നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടുതൽ ബിസിനസ്സുകൾ തുടങ്ങുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ആളുകൾക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് കൺസംഷൻ ഉയർന്ന് നമ്മുടെ നാടിൻ്റെ GDP മുകളിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യമാണ് ഇന്ത്യൻ ഗവൺമെൻറ് 2019 ചെയ്തത് എന്ന് കാണാം. കോർപ്പറേറ്റ് ടാക്സ് വലിയ രീതിയിൽ കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വലിയൊരു ലാഭമുണ്ടായി എന്ന് കാണാം. 2023-24 വർഷത്തിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ലാഭം കഴിഞ്ഞ 15 വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രോഫിറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് കാണാം. എന്നാൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റ് ഉയരുന്നതിനനുസരിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന കോർപ്പറേറ്റ് ടാക്സിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടാവുന്നില്ല. 2014-15 വർഷത്തിലെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ നികുതി വരുമാനത്തിൻ്റെ 35% കോർപ്പറേറ്റ് ടാക്സിൽ നിന്നായിരുന്നുവെങ്കിൽ 2023-24 അത് വെറും 26% കുറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല, വരുന്ന വർഷങ്ങളിൽ അത് വീണ്ടും 24% കുറയുമെന്നാണ് ഫോർകാസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൽ ഇത്രയും വലിയൊരു ഇടിവുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബേർഡൻ പോകുന്നത് പേഴ്സണൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സാധാരണക്കാരുടെ തലയിലേക്കാണ് എന്ന് കാണാം. 2014-15 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ നികുതി വരുമാനത്തിൻ്റെ 21.5% മാത്രമായിരുന്ന ഇൻകം ടാക്സ് ഈ 2023-24 30% ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾ അടയ്ക്കുന്ന നികുതിയേക്കാൾ കൂടുതൽ തുക പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ ഭാഗമായിട്ട് അടയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സാണ് നമ്മൾ അടയ്ക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറയുന്നത്. ഇപ്പോൾ GST നമ്മൾ നോക്കുകയാണെങ്കിൽ 5 സ്ലാബുകളിലായിട്ടാണ് വിവിധ വസ്തുക്കളുടെ ടാക്സ് തീരുമാനിക്കുന്നത്. 0%, 5%, 12%, 18%, 28%. അപ്പോൾ അതിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളൊക്കെ ഇതിൻ്റെ ലോവർ ടാക്സ് സ്ലാബുകളിലായിരിക്കും വരുന്നത്. അതേസമയം ലക്ഷറി പ്രോഡക്ട്സ്, സിൻ ഗുഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പർ ടാക്സ് സ്ലാബുകളിലായിരിക്കും വരുന്നത്. എന്നാൽ പലപ്പോഴും ഗവൺമെൻറ് ലോവർ ടാക്സ് സ്ലാബുകൾ കിടക്കുന്ന സംഭവങ്ങൾ അപ്പർ ടാക്സ് സ്ലാബുകളിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെയൊക്കെ വില വർദ്ധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂസ്ഡ് കാറുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഡീലർഷിപ്പിൽ നിന്നും ഒരു യൂസ്ഡ് കാർ വിൽക്കുമ്പോൾ അതിൽ ആ ഡീലർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 12% പഴയ GST എന്ന് പറയുന്നത് ഇപ്പോൾ അത് 18% ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ വരുമാനമൊന്നും വർദ്ധിക്കാത്തത് കൊണ്ട് ആളുകൾ പുതിയ കാർ വാങ്ങുന്നതിന് പകരം ഒരു യൂസ്ഡ് കാർ വാങ്ങുന്നതിന് വേണ്ടി, അതും വിശ്വസിച്ച് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീലർഷിപ്പിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നത് കാണാം. അത് ഈ പറഞ്ഞുള്ള രീതിയിൽ ഡിമാൻഡ് കുറയുന്നതിനും കൺസംഷൻ കുറയുന്നതിനൊക്കെ ഒരു കാരണമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഗവൺമെൻറ് 35% ഒരു പുതിയ ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ടുബാക്കോ പ്രോഡക്ട്സ് ഇതിൻ്റെയൊക്കെ മുകളിലാണ് ഈ 35% ഏർപ്പെടുത്തുന്നത് എങ്കിൽ കൂടിയും ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ 35%ലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ഇൻഫ്ലേഷൻ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ വിലക്കയറ്റം നടന്നിട്ടുള്ള വസ്തുവിൻ്റെ മുകളിലേക്കാണ് വീണ്ടും GST വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ വില വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നുള്ളതും തിരിച്ചറിയാം. ഇനി ഇത് മാത്രമല്ല, ഈ GST സമ്പ്രദായം നമ്മുടെ ബിസിനസ്സുകളെ നെഗറ്റീവായിട്ട് പലപ്പോഴും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും, പോപ്കോണുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ പോപ്കോണിന് 5% GST, അതേസമയം പാക്ഡ് ആയിട്ട് വരുന്ന പോപ്കോണിന് 12%, കാരമലൈസ്ഡ് പോപ്കോണിന് 18% GST കൊണ്ടുവരുന്നു. ഒരേ സാധനത്തിൽ തന്നെ വിവിധ GSTകൾ വരുന്നു. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള GST. ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വിൽക്കുന്നതെങ്കിൽ അതിന് 5% GSTയും, അതേസമയം ഒരു ഹെയർ ഓയിലായിട്ടാണ് കോക്കനട്ട് ഓയിൽ വിൽക്കുന്നതെങ്കിൽ അതിന് 18% GSTയും പറയുമ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനികളെ, എസ്പെഷ്യലി ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ടുള്ള MSME കമ്പനികളെയൊക്കെ ബാധിക്കുകയും ഒടുവിൽ അത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വരുമാനത്തെ ബാധിക്കുകയും പ്രൈവറ്റ് കൺസംഷൻ കുറയുന്നതിനും വീണ്ടും GDP ഒക്കെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും, ഉയർന്ന ഇൻഫ്ലേഷൻ റേറ്റ് അതിനനുസരിച്ചിട്ട് സാധാരണക്കാരൻ്റെ ശമ്പളത്തിൽ വർധനവ് ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഉയർന്ന നികുതിയും കൂടെ വരുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവ് വർദ്ധിക്കുന്നു, അവരുടെ വരുമാനം കുറയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് കൺസംഷൻ നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ GDPയുടെ വളർച്ചാ നിരക്കിനെ കുറയ്ക്കുന്നത് എന്നാണ് വിദഗ്ധർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. ഈ ഒരു സാഹചര്യത്തിന് ഗവൺമെൻറ് എന്ത് മറുപടിയാണ്, എന്ത് ഉത്തരമാണ് നൽകുന്നത് എന്നുകൂടി നമ്മൾ കേൾക്കണം. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ്. ഇപ്പോൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ഇക്വേഷനിലെ G എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്.
അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 2 വലിയ രീതിയിലുള്ളൊരു ഇടിവ് വന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ ക്വാർട്ടർ 2 14.4% വർധന ഉണ്ടായെടുത്ത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ക്വാർട്ടർ 2 അത് വെറും 4.4% എന്ന് കാണാം. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ വലിയ രീതിയിലുള്ള ചെലവുകൾ നടത്താനോ ഗവൺമെൻറ്റിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ വലിയൊരു കുറവുണ്ടായതാണ് നമ്മുടെ GDP വളർച്ചാ നിരക്ക് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ക്വാർട്ടർ 1 ക്വാർട്ടർ 2 ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണയേക്കാൾ വലിയ രീതിയിലുള്ളൊരു മൺസൂണാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയും ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് വലിയ രീതിയിൽ കുറയുകയും ചെയ്തു. അപ്പോൾ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കുറഞ്ഞു കഴിയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് കൺസംഷൻ കുറയുകയും ചെയ്യുമെന്ന് മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ ലഭ്യതയില്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനിലേക്കൊക്കെ അത് നയിക്കുകയും ചെയ്തു. എന്നാൽ അതും ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണ് എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സെക്ടറുകൾ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് 2 പ്രധാനപ്പെട്ട സെക്ടറുകളാണ് നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ ഖനന മേഖലയും. ഈ വർഷത്തെ വലിയ രീതിയിലുള്ള മൺസൂൺ ഈ 2 മേഖലകളെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 14.3% വളർച്ചയുണ്ടായപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ 2 വെറും 2.2% വളർച്ച മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ കാർഷിക മേഖല ആയിക്കൊള്ളട്ടെ, മാനുഫാക്ചറിംഗ് സെക്ടർ ആയിക്കൊള്ളട്ടെ, മൈനിങ് സെക്ടർ ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിക്കൊള്ളട്ടെ, താൽക്കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിന്നതുകൊണ്ട് മാത്രമാണ് അവിടേക്ക് ഇടിവുണ്ടായത് എന്നും ഈ പറഞ്ഞുള്ള രീതിയിൽ GDPയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞു പോയത് എന്നുമാണ് ഗവൺമെൻറ് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിൻ്റെ ക്വാർട്ടർ 3 വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുന്നു, വിളവെടുപ്പ് ഉത്സവം വരുന്നു, അതുപോലെ തന്നെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഗവൺമെൻറ്റിന് ഫ്രീ ആയിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മുടെ GDP വീണ്ടും പഴയതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് വരും എന്നാണ് ഗവൺമെൻറ് ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ GDPയുടെ വളർച്ചാ നിരക്കിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കുറവ് ഗവൺമെൻറ് പറയുന്നത് പോലെ താൽക്കാലികമായിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണോ, അതോ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഇത് തുറന്നു കാണിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആക്സിസ് മാക്സ് ലൈഫിൻ്റെ NFOയെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.